Greetings to you all in the sweet name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. One more Sunday we are in His presence to worship Him, to glorify His name. ദൈവത്തെ ആരാധിപ്പാനും അവനെ മഹത്വപ്പെടുത്തുവാനുമായി ഒരു ഞായറാഴ്ച കൂടെ അവന്റെ സന്നിധിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. At least in small number we could come in the sanctuary to worship the Lord. ചുരുങ്ങിയ അംഗസംഖ്യയോടെ എവിടെയാണെങ്കിലും ആരാധനാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ അനുവദിച്ചുവല്ലോ. I know the church as a family together, individually we have been praying that things settle down and we come together and worship in the sanctuary. സഭയായിട്ട് കുടുംബങ്ങളായിട്ട് വ്യക്തിപരമായിട്ടൊക്കെയും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഇങ്ങനെ നമുക്ക് ആരാധനാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു അവസരം ലഭിക്കണമേ എന്ന്. At least in this format God has enabled us to come to this sanctuary. ഈ രീതിയിലെങ്കിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായി ദൈവം നമ്മെ അനുവദിച്ചതിനാൽ സ്തോത്രം. Dr. Shibu's dad and mom, Bobby Chen and Salome auntie, have reached back safely. We welcome them back to Philly. ഡോക്ടർ ഷിബുവിൻ്റെ മാതാപിതാക്കളെ ഇന്ത്യയിൽ നിന്ന് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. അവരെ ഫിലദൽഫിയയിലേക്ക് ഞങ്ങൾ നാം സ്വാഗതം ചെയ്യുന്നു. Yesterday late night, MC Verghese Chan had to be rushed to ER and he is safe back home. There's nothing much complication in his post-surgery scenario. കഴിഞ്ഞ രാത്രികാലം MC Verghese Chane വളരെ പെട്ടെന്ന് ER-ലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ താൻ മടങ്ങി ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. മറ്റ് കുഴപ്പങ്ങളൊന്നും തന്നെ സർജറിക്ക് ശേഷം ഇപ്പോൾ ഇല്ല. We will continue to pray for him and uphold him in our prayers. നാം തനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വഹിക്കാം. Let me bring the birthday celebrants of this week. ഈ ആഴ്ചത്തെ ജന്മദിനം ആഘോഷിക്കുന്നവരെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. Jordan Thomas is celebrating his birthday today, September 13th. ജോർഡൻ തോമസ് ഇന്ന് സെപ്റ്റംബർ 13 തന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. Elijah Abraham celebrating on September 13th today. എലൈജ എബ്രഹാം ബർത്ത്ഡേ ഇന്നാണ് ആഘോഷിക്കുന്നത്, സെപ്റ്റംബർ 13. Aiden Tiju will be celebrating his birthday on September 18th. എയ്ഡൻ ടിജു തന്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 18 ആഘോഷിക്കുന്നു. We wish all of them a very happy birthday and all blessings from God for them. അവർക്കൊക്കെ സന്തോഷകരമായ ജന്മദിനാശംസകളും അതുപോലെ ദൈവത്തിൽ നിന്നുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും ഈ സമയത്ത് ഞാൻ ആശംസിക്കുന്നു. Our sister Siji, Gigi and Aji lost their uncle in Kerala. സിസ്റ്റേഴ്സ് സിജി, ജിജി, അജി അവരുടെ അങ്കിളിനെ ഇന്ത്യയിലെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. Or Pastor Alex's brother-in-law in Kerala went to be with the Lord. അല്ലെങ്കിൽ പാസ്റ്റർ അലക്സിന്റെ ബ്രദർ-ഇൻ-ലോ കേരളത്തിൽ വെച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. GPC expresses our grief and condolence to the family and we will continue to uphold them in our prayers. ആ കുടുംബത്തോടുള്ള അനുശോചനവും നമ്മുടെ ദുഃഖവും ഈ സമയത്ത് GPC അറിയിക്കുന്നു. Coming back to the word of God for the morning. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. I have to make a disclaimer before I bring the word of God before you. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഈ ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ അതിനു മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. There are too many things crowding my mind during these days. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് വളരെ കാര്യങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. And today morning as we were sitting in the worship, ഇന്ന് രാവിലെ ആരാധനയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ I was trying to surrender myself, yield to the Lord so that I would be able to pass on the message for this day to you. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച ദൈവസന്നിധിയിൽ ഏൽപ്പിപ്പാനായിട്ട് ഇടയായി തീർന്നു. ദൈവം എനിക്ക് തന്നിരിക്കുന്ന സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് പകർന്നു തരുവാനായിട്ട്. We have been praying for things to sort out at the earliest. എത്രയും വേഗം കാര്യങ്ങളൊക്കെയും അതിന്റെ അവസ്ഥകളിലേക്ക് മടങ്ങി വരണമെന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Probably from first week of March we have been praying that things would sort out at the earliest. ഒരുപക്ഷേ മാർച്ച് 15 ആദ്യത്തെ ആഴ്ച മുതൽ നാം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. We were trusting the Lord that things will settle down soon and we would be able to come to worship. We will have our routine activities as usual. കാര്യങ്ങളൊക്കെയും വളരെ വേഗം പുനഃസ്ഥാപിക്കപ്പെടും. നാം ദൈവാരാധനാ സ്ഥലത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ പഴയ രീതിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയാകുമെന്നൊക്കെ നാം ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നു. And we were fervently praying that things would be different very soon. വളരെ വേഗം കാര്യങ്ങളൊക്കെയും വ്യത്യസ്തമാകുവാനായി നാം ഒക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. It's been quite a few months that things has not
changed much. എന്നാൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അനേക മാസങ്ങളായിട്ട് അധികമൊന്നും വ്യത്യസ്തമായിട്ടില്ല എന്ന് നമുക്കറിയാം. Sometimes we feel things are under control, and another few weeks we feel things are becoming worse. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിന് കീഴിലാണെന്ന് നമുക്ക് തോന്നും, എന്നാൽ ചില ആഴ്ചകൾ കഴിയുമ്പോൾ അതൊക്കെ അങ്ങനെയല്ല എന്ന് തോന്നും. And we question, is our God hearing our prayers? നാം ചോദിക്കാറുണ്ട്, നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? Other day somebody was saying, even if God doesn't listen to my prayer, to my family's prayer, there are so many lakhs of believers who are praying to the Lord, and God doesn't seem to be hearing us. കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയെ എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് പറഞ്ഞാലും ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നില്ല, എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല? Why are things not changing? എന്തുകൊണ്ടാണ് കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുക? I know there could be people who have been praying for certain things for very long, and there has been no change in situation. എനിക്കറിയാം ആളുകൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദീർഘകാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് സാഹചര്യങ്ങൾക്ക് വ്യത്യാസം കാണുന്നില്ല. It could be your job. ഒരുപക്ഷെ അത് ജോലിയുടെ കാര്യമായിരിക്കാം. It could be your children. അല്ലെങ്കിൽ മക്കളുടെ കാര്യമായിരിക്കാം. It could be your health issue. അല്ലെങ്കിൽ നിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമായിരിക്കാം. Lord, with each day my age is becoming, I'm getting to age and things are not settling down, it's getting worse, oh Lord. ദൈവമേ, ഓരോ ദിവസവും എനിക്ക് പ്രായം കൂടി വരുന്നു എങ്കിലും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, പഴയതിനേക്കാൾ മോശമാകുന്നുവല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. Lord, are you really concerned about us? ദൈവമേ, നീ എന്നെ പറ്റി വിചാരമുള്ളവനാണോ എന്ന് ചോദിക്കുന്നു. If you are concerned, my health should be okay. നിനക്ക് എന്നെ പറ്റി വിചാരമുണ്ടായിരുന്നുവെങ്കിൽ എന്റെ ആരോഗ്യം ശരിയായേനെ. If you are concerned about me, I should get a better job. നിനക്ക് എന്നെ പറ്റി വിചാരമുണ്ടായിരുന്നെങ്കിൽ നല്ല ജോലി എനിക്ക് കിട്ടിയേനെ. If you are really concerned about me, people who mock at me should be removed from their places. നിനക്ക് എന്നെ പറ്റി വിചാരമുണ്ടായിരുന്നെങ്കിൽ എന്നെ പരിഹസിക്കുന്നവർ ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയേനെ. Lord, every day I go to college, my teacher, my colleagues, they mock at me, they jeer at me. ദൈവമേ, ഞാൻ ഓരോ ദിവസവും ജോലിക്ക് കോളേജിൽ കടന്നു പോകുമ്പോൾ എൻ്റെ അധ്യാപകർ, എൻ്റെ കൂടെയുള്ളവര് എന്നെ പരിഹസിക്കുന്നു. They don't recognize or they don't consider me as significant enough to stand amongst them, O Lord. അവരുടെ മധ്യത്തിൽ നുവരെ നിൽക്കുവാൻ തക്ക യോഗ്യതയുള്ളവനായിട്ട് അവരെന്നെ കാണുന്നില്ല. And I have been praying to you for months and years and things are not changing, O Lord. കർത്താവേ, ഞാൻ നിന്റെ മുമ്പിൽ മാസങ്ങളായി വർഷങ്ങളായി കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് വ്യത്യാസം ഉണ്ടാകുന്നില്ല? Number of people who look down on me are increasing, but things are not sorting out, O Lord. എന്നെ താഴ്ത്തിക്കെട്ടുവാനായി ശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, എങ്കിലും എന്തുകൊണ്ട് കാര്യം വ്യത്യാസം വരുന്നില്ല? Is God really concerned about us? ദൈവം നമ്മെ പറ്റി വിചാരമുള്ളവനാണോ? You know, when we sit down and become spiritual, നാം ആത്മീകരാണെന്ന് തോന്നുന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ at that time we would confess that God is concerned about us. ദൈവത്തിന് നമ്മെ പറ്റി വിചാരമുണ്ടെന്നൊക്കെ നാം ഏറ്റുപറയും. But when we are in a boat that is facing the storm and tempest, we feel God is not concerned about us. എന്നാൽ കൊടുങ്കാറ്റും തിരമാലകളും ഒക്കെ നമുക്കെതിരെയായിട്ട് കടന്നു വരുന്നതായ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു പക്ഷേ തോന്നും, ദൈവത്തിന് എന്നെ പറ്റി വിചാരമില്ലയോ? Today morning I bring your thoughts to the book of Habakkuk. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചിന്തയ്ക്കായിട്ട് ഹബക്കൂക്കിന്റെ പ്രവചനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരട്ടെ. I will focus on chapter 1 of the book of Habakkuk. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നത്. A very small book with 3 chapters. 3 അധ്യായങ്ങൾ മാത്രമുള്ള വലിയ ചെറിയൊരു പുസ്തകമാണത്. Very difficult sometimes to find out this book. ഈ പുസ്തകം ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ തന്നെ വേദപുസ്തകത്തിൽ ചിലപ്പോൾ പ്രയാസമായി തോന്നി. There are only 3 books where the writers recognize themselves as prophet. 3 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ വേദപുസ്തകത്തിലെ പ്രവാചകരെന്ന് എഴുത്തുകാർ സ്വയം പറയുന്നത്. And Habakkuk is one book where the writer says the prophet Habakkuk. ഇവിടെ ഹബക്കൂക്ക് അതിൽ ഒന്നാണ്, എഴുത്തുകാരൻ തന്നെ പ്രവാചകനെ ഹബക്കൂക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. And the whole concern is there is so much of wicked things happening around him. ഇതിനകത്ത് പ്രധാന സന്ദേശം വിഷയമെന്ന് പറയുന്നത് ചുറ്റുപാടുകളും ധാരാളം ദുഷ്ടതകളും കടന്നു വരുന്നു. He complains to God about the situation there. അവിടെയുള്ളതായ സാഹചര്യങ്ങളെ പറ്റി ദൈവത്തോട് അവൻ പരാതി പറയുകയാണ്. And he's saying, Lord, aren't you seeing what's happening around me? എന്നിട്ട് താൻ ചോദിക്കും, ദൈവമേ, എന്റെ ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങളെ നീ കാണുന്നില്ലയോ? Violence is so imminent, O Lord. ദൈവമേ, അതിക്രമം വളരെയധികമായി വർദ്ധിച്ചു വരുന്നു. People are enjoying violence around them. അവരുടെ ചുറ്റുപാടും നടക്കുന്ന അക്രമങ്ങളിൽ ജനങ്ങൾ സന്തോഷിക്കുന്നു. People are becoming haughty, O Lord.
they are becoming pride. അവരൊക്കെയും വളരെയധികം ഗർവമുള്ളവരായി മാറുന്നു. And aren't you seeing all this, O Lord? ദൈവമേ, നീ ഇത് കാണുന്നില്ലയോ? I will come to the issues a little later. ഇതിനകത്തെ വിഷയങ്ങളിലേക്ക് അല്പസമയത്തിന് ശേഷം നമുക്ക് കടന്നു വരുവാൻ കഴിയും. But then Habakkuk is saying, Lord, don't you care what's happening around us? ഹബക്കൂക്ക് എന്നിട്ട് ചോദിക്കുകയാണ്, ദൈവമേ, ഞങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി നിനക്ക് വിചാരമില്ലയോ? If God is powerful, why is he allowing evil and suffering in the world? ദൈവം ശക്തിയുള്ളവനാണെങ്കിൽ എന്തുകൊണ്ടാണ് ലോകത്തിലെ ദുഷ്ടതയും അതിക്രമങ്ങളും നടക്കുവാൻ അവൻ അനുവദിക്കുന്നത്? This is a question that has been asked across the globe. ലോകമെമ്പാടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. And several Christian philosophers have attempted to answer this question. If God is loving, why is there evil and suffering in the world? ധാരാളം ക്രൈസ്തവ ചിന്തകർ ഇതിന് മറുപടി പറയുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ദൈവം സ്നേഹവാനാണെങ്കിൽ ലോകത്തിൽ എന്തുകൊണ്ട് ദുഷ്ടത സംഭവിക്കുന്നു? Is God knowing what's happening in this world? ദൈവം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിവുള്ളവനാണോ? And if today morning you are listening to me with these questions in mind, ഒരുപക്ഷേ ഇന്ന് രാവിലെ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഈ ചോദ്യം നിങ്ങളുടെയും ഉള്ളിൽ ഉണ്ടാകും. I mean, this would be a response to your questions to the Lord. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനോടുള്ള ചോദ്യത്തിന്റെ മറുപടിയാണിത്. A little background of the book of Habakkuk. ഹബക്കൂക്കിന്റെ പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലം അല്പമായി പറയാം. You know, if you look at verse 1 of book of Habakkuk, ഹബക്കൂക്കിന്റെ പ്രവചനം ഒന്നാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, the burden which the prophet Habakkuk received. ഹബക്കൂക്കിന് ലഭിച്ചതായ ഉള്ളിൽ കടന്നു വന്നതായ വലിയ ഭാരം. Can you read it in Malayalam? How does it go? യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതെ ഇരിക്കുകയും ചെയ്യും. Verse 1. Verse 1, ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. See, this is something that is burdening his heart. ഇത് ഹബക്കൂക്കിന്റെ ഉള്ളിൽ കടന്നു വരുന്നതായ ഒരു ഭാരമാണ്. And he is receiving this from the Lord. ദൈവത്തിൽ നിന്ന് താൻ ഏറ്റെടുക്കുന്നതായ ഒരു കാര്യമാണത്. It is a burden for the place where he is staying. താൻ ആയിരിക്കുന്ന ഇടത്ത് അവന്റെ ഉള്ളിൽ വലിയ ഭാരമുണ്ടാകുന്നു. It's a burden about the community. സമൂഹത്തെ പറ്റിയുള്ളതായ ഒരു ഭാരം. And he receives the message from the Lord to these people. താൻ ദൈവത്തിൽ നിന്ന് ഈ സന്ദേശം ഈ ആളുകൾക്ക് വേണ്ടിയുള്ള സന്ദേശം താൻ ഏറ്റെടുക്കുകയാണ്. Which is rightly said in our scripture in some of the translation as prophetical word to them. അവരോടുള്ളതായ ഒരു പ്രവാചക വാക്യം എന്നാണ് ഈ തർജ്ജമകളിൽ ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്. He is saying that judgment is very imminent for you. അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ശിക്ഷാവിധി വളരെ വേഗം കടന്നു വരുന്നു. I mean, this is what he sees as he looks through the eyes of the Lord. കർത്താവിന്റെ കണ്ണുകളിലൂടെ താൻ നോക്കുമ്പോൾ താൻ കാണുന്നത് ഇവയാണ്. And I mean, that's not my topic, how God is going to punish them. അവരെ ദൈവം എങ്ങനെ ശിക്ഷിക്കുമെന്നുള്ളതല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിഷയം. But I want to remind you that God speaks to our situations. എന്നാൽ നിങ്ങളെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ സാഹചര്യങ്ങളുടെ മേലെ സംഭാഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. Quickly, can I take you to the epistle of 2 Peter? 2 പത്രോസ് ആ പുസ്തകത്തിലേക്ക് നമുക്ക് വളരെ വേഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. You know, if you look at chapter 1 there, അതിന്റെ 1-ാം അധ്യായം, you know, Peter is writing to a set of believers who are going through severe persecution. വലിയ പീഡയിലൂടെ പോകുന്ന ഒരു കൂട്ടം വിശ്വാസികളോടാണ് പത്രോസ് ഇവിടെ പറയുന്നത്. And as he visualizes the church sitting before him, തന്റെ മുമ്പാകെ ഇരിക്കുന്നതായ ആ സഭയെ താൻ നോക്കുമ്പോൾ, there are many believers who are mutilated. Their arms, their limbs, their fingers, their nose has been mutilated. തങ്ങളുടെ കൈകാല് കാരങ്ങള് വിരലുകള് മൂക്കൊക്കെ ഛേദിക്കപ്പെട്ടവരായ ജനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. It's easy to tell them that God will take care of things. അവരുടെ കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ ദൈവം പരിഹരിച്ചുകൊള്ളുമെന്ന് അവരോട് പറയുവാൻ വളരെ എളുപ്പമാണ്. Sometimes it sounds easy for us to communicate to others that God will take care of things. മറ്റുള്ളവരോട് ദൈവം നിനക്ക് കാര്യങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് നമുക്ക് പറയുവാൻ വളരെ എളുപ്പമാണ്. Brother, sister, we will be praying for you. God will heal you. It's easy to say. പ്രിയ സഹോദര സഹോദരി, ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം നിന്നെ സൗഖ്യമാക്കും, അങ്ങനെ പറയുവാൻ എളുപ്പമാണ്. But the person who goes through those situations, it is very tough for him to even inch every hour of his life. എന്നാൽ ആ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്നവൻ അവരുടെ ജീവിതത്തിലെ ഒരു മണിക്കൂർ പോലും മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രയാസമേറിയ കാര്യമാണ്. Preachers and people who minister to individuals, it is easy to say things would be different. God is going to bless you. God is going to make a difference in your life.
പ്രസംഗിക്കുന്നവരോർക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആളുകളോട് സംസാരിക്കുന്നവർക്കൊക്കെ പറയുവാൻ എളുപ്പമാണ് നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്ന് പറയുന്ന കാര്യം. It gives us a momentary consolation and an emotional strength for the time being. അവരുടെ നൈമിഷികമായൊക്കെ അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷവും ആശ്വാസം പകരുവാൻ അതിന് കഴിഞ്ഞേക്കാം. But soon they see the reality of their lives. എന്നാൽ വളരെ വേഗം അവർ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ മടങ്ങി വരും. And they don't know how to navigate through these tough situations. ഈ കഠിനമായ സാഹചര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർക്കപ്പോൾ They അറിയില്ല. become disillusioned of the spirituality that they live. അവർ ജീവിക്കുന്ന ആത്മീയതയിൽ ഒരുപക്ഷെ അവരെ നിരാശപ്പെടുവാനായിട്ട്. Because on one side anointed men of God are saying that things will change, brother, sister. ഒരു പക്ഷത്തെ അഭിഷക്തരായ വ്യക്തികൾ കടന്നു വന്ന് പറയുന്ന സഹോദര സഹോദരി നിന്റെ കാര്യങ്ങൾ വളരെ വേഗം വ്യത്യാസം വരും. In another few weeks, another 90 days, your son is going to be touched by the Lord and he will come back from his backsliding. ചില ആഴ്ചകൾക്ക് അല്ലെങ്കിൽ ചില മാസങ്ങൾക്ക് ശേഷം നിന്റെ മകനെ ദൈവം അവനെ തൊടുവാൻ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരും. And they find that after that 90 days, after the set days are over, but things hasn't changed. അവർ പറഞ്ഞ 90 ദിവസമോ അല്ലെങ്കിൽ പറഞ്ഞ മാസങ്ങളോ ഒക്കെ കഴിയുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വ്യത്യാസം വരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കും. And they seek another person who will give them God's message. അപ്പോൾ ദൈവത്തിന്റെ സന്ദേശം കേൾക്കുവാൻ അവർ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് കടന്നു പോകും. He also pronounces blessing upon their life. അവരുടെ ജീവിതത്തിൽ ആ വ്യക്തിയും അനുഗ്രഹങ്ങളെ പറയുവാനായിട്ട്. Blessing never comes, but they get disappointed of what they are living in their practical life. അനുഗ്രഹം കടന്നു വരികയില്ല, എന്നാൽ അവരുടെ ജീവിതത്തിന്റെ പ്രായോഗിക അവസ്ഥകളെ കണ്ട് അവർ നിരാശയിലേക്ക് കടന്നു പോകും. And Peter is facing a set of believers who are going through tough situations in their life. പത്രോസ് ഇതുപോലെ തങ്ങളുടെ ജീവിതത്തിലെ ഏറെ കഠിനമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു കൂട്ടം ആളുകളെയാണ് കാണുന്നത്. In chapter 1 verse 12 we see he is inching, Peter himself is inching towards his death. ഇവിടെ 1-12 വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസും മരണത്തോട് അടുക്കുന്നതായ ഒരു അനുഭവമാണ് കാണുന്നത്. And then in verse 16 he says like this. എന്നാൽ 16 വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, For we did not follow cunning devised fables for you. ഞങ്ങൾ നിങ്ങളോട് കെട്ടുകഥകളെയല്ല നിർമ്മിത കഥകളെയല്ല പറയുന്നത്. We are not manufacturing something for you. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിർമ്മിച്ചുണ്ടാക്കുന്ന കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. As somebody who interacted with Jesus, we don't want to devise anything for you. യേശുവിനോട് കൂടെ നടന്നതായ വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. But we are here to tell you our God is powerful. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നമ്മുടെ കർത്താവ് ശക്തിയുള്ളവൻ തന്നെയാണ്. And the fact that Jesus is coming back soon. അവൻ വളരെ വേഗം മടങ്ങി വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. True, your limbs have been amputated or mutilated. നിങ്ങളുടെ കൈകാലുകളെ ഛേദിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. There are a set of people who are chasing you in your life. നിന്റെ ജീവിതത്തിൽ നിന്നെ പിന്തുടർന്ന് ഓടിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. You have been deprived of justice in your places. നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നീതി ലഭിക്കുന്നതിൽ നിന്ന് നിനക്ക് പലപ്പോഴും തടസ്സമുണ്ടാകും. For what you have been praying, that has gone out of your hand and your limits. നിനക്ക് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിന്റെ കരങ്ങളുടെ നിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു പോയിരിക്കുകയാണ്. The remedy that Peter has for them is not assuring that God will provide you tenfold of what you have lost. അതിന് മറുപടിയായി പത്രോസിന് അവരോട് പറയുവാനുള്ളത് ദൈവം നിനക്ക് 10 മടങ്ങോ 100 മടങ്ങ് മടക്കി തരുമെന്നല്ല. But he says our God is powerful. എന്നാൽ താൻ പറയുന്നു നമ്മുടെ കർത്താവ് ശക്തിയുള്ളവനാണ്. And there is something we struggle to see when we go through tough situations in our life. നമ്മുടെ ജീവിതത്തിൽ കഠിനമായ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും കാണുവാൻ പ്രയാസമുള്ള ഒരു കാര്യമാണത്. That is the context that I want to bring in the book of Habakkuk. ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതിന്റെ പശ്ചാത്തലവും തന്നെയാണ്. Let me finish what I began in the book of Peter. പത്രോസിന്റെ പുസ്തകത്തിൽ ഞാൻ തുടങ്ങിയ കാര്യം ഞാൻ അവസാനിപ്പിക്കട്ടെ. He says one side God is powerful. താൻ പറയുന്നു ഒരു വശത്ത് നിങ്ങൾ നോക്കുമ്പോൾ കർത്താവ് ശക്തിയുള്ളവനാണ്. But as we look forward to our future life, എന്നാൽ നാം നമ്മുടെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ we want things to be normal. കാര്യങ്ങളൊക്കെ നേരെയായി വരണം എന്ന് നാം ചിന്തിക്കുന്നു. We want our enemies not to be chasing us. നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഇനിയിപ്പോൾ പിന്തുടർന്ന് ഓടിക്കുന്ന കാര്യത്തിൽ നമുക്ക് താല്പര്യമില്ല. But church history says for 300 years this did not happen in the church history. എന്നാൽ സഭാചരിത്രം പരിശോധിച്ചാൽ 300 വർഷത്തേക്ക്
അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ഇരുന്നില്ല. Led of the Lord, Peter says, we got to look forward for not things to change, but for the coming of Jesus Christ. എന്നാൽ പത്രോസ് പറയുകയാണ്, കാര്യങ്ങൾ മാറുന്നതിനെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, കർത്താവായ യേശുവിന്റെ മടങ്ങി വരവിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. And then he says in verse 20 and 21 that the prophecies were not from the will of man, but men of God led by the Spirit, they spoke what God wanted to speak to you. എന്നിട്ട് 20-21 വാക്യങ്ങളിലേക്ക് താൻ കടന്നു വരുമ്പോൾ പറയുന്നു, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യർ സംസാരിച്ചതാണ്. And so if you have faced disappointment from somebody giving you the oracle or prophecy of the Lord, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും പ്രവചനം പറഞ്ഞത് കേട്ട് നീ നിരാശയിൽ കടന്നുപോയ അനുഭവം ഉണ്ടെങ്കിൽ, you didn't find that prophecy coming true in your life, ആ പ്രവചനം നിന്റെ ജീവിതത്തിൽ സത്യമായി കടന്നു വരുന്നില്ല എന്ന് നീ കാണുമ്പോൾ, of many of the options, one thing that could have happened is the man was not led by the Spirit of God, but by the will of himself. He spoke those things in your life. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ഒരുപക്ഷെ ആ വ്യക്തി ദൈവാത്മ നിയോഗം പ്രാപിച്ചല്ല, സ്വന്തം ഇഷ്ടത്താൽ പ്രവചനമായിരിക്കാം. So chapter 1 of book of Habakkuk, അതുകൊണ്ട് ഹബക്കൂക്കിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ I see two parts in the chapter 1 of Habakkuk. ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 2 ഭാഗങ്ങളാണ് നാം കാണുന്നത്. 2 to 4 he brings his complaint to the Lord. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ മുമ്പാകെ തന്റെ പരാതിയും അർപ്പിക്കുന്നു. And verse 5 to 11 God responds to the complaint that he brings before him. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിച്ച പരാതിക്ക് ദൈവം മറുപടി കൊടുക്കുന്ന കാര്യം. I just hope that you can identify with Habakkuk as we go through these verses. നാം ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹബക്കൂക്കിനോട് നിങ്ങളെ തന്നെ താരതമ്യപ്പെടുത്തുവാൻ നിങ്ങൾ കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു. From verse 2 to 4 let me present before you why we think that God is not listening to us. 2 മുതൽ 4 വരെയുള്ള വാക്യം പറയുമ്പോൾ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നാം ചിന്തിക്കുന്നത്. God is not focused on us. He has some other priorities. Sometimes we tend to think in our lives. നാം പലപ്പോഴും ചിലപ്പോൾ ചിന്തിക്കും ദൈവം എന്റെ കാര്യത്തെക്കാൾ പ്രാധാന്യമുള്ള കാര്യം ദൈവത്തിന് മറ്റു പലരുടെയും കാര്യമായിരിക്കാം. We think so because we pray and we don't see God's answer coming right away. നാം അങ്ങനെ ചിന്തിക്കുന്നതിന്റെ കാര്യം നാം പ്രാർത്ഥിക്കുന്നു, അതിന്റെ മറുപടി ഉടനെ സംഭവിക്കുന്നത് നാം കാണുന്നില്ല. Look at how Habakkuk is saying here. ഇവിടെ ഹബക്കൂക്ക് പറയുന്നത് നോക്കുക. How long, O Lord, must I call for help, but you do not listen to me? യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. How long should I be crying to you? ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും, but you don't seem to be responding to what I am asking of you. ഞാൻ ആവശ്യപ്പെടുന്നതിന് നീ മറുപടി തരുന്നതായി ഞാൻ കാണുന്നില്ലല്ലോ. Habakkuk has been praying for a very long time. ഹബക്കൂക്ക് വളരെ ദീർഘകാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. But he is wondering if God is listening at all. താൻ ചിന്തിക്കുകയാണ് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ. You know, sometimes we speak to individuals. നാം ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ആളുകളോട് സംസാരിക്കും. He is standing just across us. അവൻ നമ്മുടെ നേരെ എതിരെ നിൽക്കുകയാണ്. But we find that he is not attentive to what we are telling the person. എന്നാൽ നാം അവനോട് പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് ചിലപ്പോൾ കാണുവാൻ കഴിയും. We see the same way with the Lord. ദൈവത്തിന്റെ അവരുടെ സംസാരത്തിലും അതേ രീതിയിൽ കാണുവാൻ കഴിയും. Every day, morning and evening, as GPC, we have been praying for things. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും GPCയിലായിട്ട് നമ്മൾ ഒരുമിച്ച് കടന്നു വന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. There are some members of our church, they have a written prayer request before them. ചില വ്യക്തികൾക്ക് അവരുടെ മുമ്പാകെ എഴുതി വെച്ചതായ പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട്. And they continue to pray for that till they get to hear that there has been a deliverance for that. അതിന് മറുപടി ലഭിക്കുന്നു എന്ന് അവർ കേൾക്കുമ്പോൾ അവർ തുടർമാനമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. I praise God for such members in GPC who have this list of prayer with them. GPCയിലും അങ്ങനെ ലിസ്റ്റോ എഴുതി പ്രാർത്ഥിക്കുന്ന ആളുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But have you ever wondered, is God listening to me at all? എന്നാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്ന്? Because God hasn't answered to what I have been praying. ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ മറുപടി ദൈവം തരുന്നില്ലല്ലോ. When I want the answer, there is no answer. When I want the answer, response, there is no response from the Lord. മറുപടി ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് അതിന് മറുപടി ലഭിക്കുന്നില്ല. Because we think if God doesn't do anything today, things would be too late. കാരണം നമ്മുടെ ചിന്ത ഇന്ന് ദൈവം മറുപടി തന്നില്ലെങ്കിൽ അത് ഇതിനോടകം തന്നെ താമസമായി കഴിഞ്ഞിരിക്കുന്നു. And then we come to a conclusion that God is not listening to me. ആ സമയത്ത് നമ്മുടെ
ചിന്ത എന്ന് പറയുന്നത് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. We have been praying for our spouses for very long. നമ്മുടെ സ്പൗസസിന് വേണ്ടി ദീർഘകാലം നാം പ്രാർത്ഥിച്ചു. We have been praying for our kids for very long. നമ്മുടെ മക്കൾക്ക് വേണ്ടി ദീർഘകാലം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. They are talking back to us more than last year, so we think, is God listening to my prayer? എന്നിട്ട് ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അവർ നമ്മോട് എതിർത്ത് സംസാരിക്കുന്നു. നമ്മുടെ ചിന്ത ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? I mean, people around me are becoming more arrogant and they are considering me as least significant, and I am praying for them. Nothing is changing. എന്റെ ചുറ്റുപാടുമുള്ളവർ എന്നോട് ഇപ്പോൾ കൂടുതൽ ക്രോധത്തോടെ പെരുമാറുന്നു. എന്നെ പറ്റി അവർ ഒരു ഗണ്യവുമില്ലാതെ കരുതുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? You know, there are times where we feel God has not come out to deliver me in this situation. ഈ സാഹചര്യങ്ങളിൽ ദൈവം എന്നെ വിടുവിപ്പാനായി ഇറങ്ങി വന്നിട്ടില്ല എന്ന് നാം ചിന്തിക്കുന്ന നിമിഷങ്ങളുണ്ട്. We pray a beautiful prayer explaining how much trouble we are into. നാം ആയിരിക്കുന്ന കഷ്ടതകളെ പറ്റി, പ്രയാസങ്ങളെ പറ്റി വളരെ മനോഹരമായി നാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. Lord, people in my lane have been affected by COVID. എന്റെ ലൈനിലുള്ളവരെ കർത്താവേ, അവരെ കോവിഡിനാൽ ഭാരപ്പെടുന്നു. People working in my office have been affected by COVID. എന്റെ ജോലി സ്ഥലത്ത് എന്നോട് കൂടെ ജോലി ചെയ്യുന്നവർക്ക് കോവിഡിന്റെ ഭാരത്താൽ ഭാരപ്പെടുന്നു. Lord, deliver me and arrange for me that I need not be going to office. I could be working from home. ദൈവമേ, അതുകൊണ്ട് ഞാൻ ജോലി സ്ഥലത്ത് ഓഫീസിൽ കടന്നു പോകാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുവാൻ എനിക്ക് വേണ്ടി നീ അനുവദിക്കണം. But God doesn't seem to be granting favor with your superiors. എന്നാൽ അതിന്റെ സുപ്പീരിയർ ബോസിന്റെ അടുത്ത് ദൈവം അതിന് പ്രസാദമായ കാര്യങ്ങൾ ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. When we don't see the kind of answer that we expect from the Lord happening at the time we want, we feel God is not listening to our trouble. നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടി നാം ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാതെ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നാണ് നാം ചിന്തിക്കുന്നത്. Look at verse 2, how Habakkuk is crying. രണ്ടാമത്തെ വാക്യം നോക്ക്, ഹബക്കൂക്ക് എങ്ങനെയാണ് കരയുന്നത്. He says, how long, O Lord, must I cry out to you violence, but you do not save? സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുന്നു, നീ രക്ഷിക്കാതിരിക്കുകയും You know, ചെയ്യുന്നു. this violence is a real wicked violence. ഇവിടെ നടക്കുന്ന അതിക്രമം എന്ന് പറയുന്നത് ദുഷ്ടത നിറഞ്ഞ അതിക്രമം തന്നെയാണ്. It's injustice and cruelty. അന്യായവും അനീതിയും ക്രൂരതയുമാണ് അവിടെ സംഭവിക്കുന്നത്. The princes of Judah, kingdom of Judah, have become haughty and they are doing injustice to the people around. യഹൂദ രാജ്യത്തെ പ്രഭുക്കന്മാര് അവർ ഗർവവും അഹങ്കാരവും ഉള്ളവരായി മാറി ജനങ്ങളോട് അനീതി പ്രവർത്തിക്കുന്ന അനുഭവം. Let me take 2-3 minutes to explain to you the historical background of this passage. ഈ ഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം 2-3 മിനിറ്റ് എടുത്ത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. You know, this time he is prophesying to the kingdom of Assyria. ഈ സമയത്ത് അശൂർ രാജ്യത്തോടാണ് താൻ പ്രവചിക്കുന്നത്. I mean, there are Jews and there are Gentiles there. ഇവിടെ യഹൂദന്മാരും ജാതികളുമുള്ള ഒരു സമൂഹമാണ്. But Habakkuk is saying Judah is getting worse with each day. ഹബക്കൂക്ക് നോക്കുമ്പോൾ യഹൂദ രാജ്യം, യഹൂദ ജനം ഓരോ ദിവസവും ദുഷ്ടതയിലേക്ക് കടന്നു പോവുകയാണ്. The capital of Assyrian kingdom was Nineveh. അശൂർ രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് നിനവേ എന്ന് പറയുന്ന പട്ടണമാണ്. And they have started becoming weak. അവര് ബലഹീനരായി കൊണ്ടേയിരിക്കുന്നു. And in book of Nahum we see in 612 BC they were captured by the Babylonian kingdom. നഹൂമിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ BC 612 അശൂർ രാജ്യത്തെ ബാബിലോണിയർ പിടിച്ചടക്കി നമുക്ക് കാണുവാൻ കഴിയും. And in 605 Nebuchadnezzar attacked Judah. BC 605 ആയപ്പോഴേക്കും നെബൂഖദ്നേസർ കടന്നു വന്ന് യഹൂദയെ ആക്രമിച്ചു. We are very familiar with the historical background. അതിന്റെ ആ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്ക് നല്ല പരിചിതമാണ്. Some of the princes were captured from there. അവിടെ നിന്ന് ചില യഹൂദ പ്രഭുക്കന്മാരെ പിടിച്ചെടുക്കുവാനിടയായി. Daniel, Shadrach, Meshach, Abednego were some of them. ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒക്കെ അതിൽ ചിലരായിരുന്നു. But these princes were oppressing people in Judah. ഈ പ്രഭുക്കന്മാരിൽ പലരും യഹൂദയിലെ ജനങ്ങളെ പീഡിപ്പിക്കുന്നവരായിരുന്നു. They were extracting things from them. ജനങ്ങളിൽ നിന്ന് കാര്യങ്ങളൊക്കെ അവർ പിടിച്ചെടുക്കുന്ന അനുഭവം. These princes, they fought between themselves. ഈ പ്രഭുക്കന്മാർ പരസ്പരം യുദ്ധമടിക്കുന്നവരെ പോരടിക്കുന്നവരായിരുന്നു. And in their fight the victims were the innocent subjects of the kingdom. അവർ തമ്മിലുള്ളതായ പോരിന്റെ വിക്ടിംസ് എന്ന് ഇരകളെന്ന് പറയുന്നത് ഒന്നും അറിയാത്ത സാധാരണ ജനം. So Habakkuk is seeing that why should innocent people suffer in this scenario? അപ്പോൾ ഇതിനെ നോക്കി ഹബക്കൂക്ക് ചോദിക്കുകയാണ്, ദൈവമേ, ഇത്തരം സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട്
ഒരു കുറ്റവും ചെയ്യാത്തവരെ പീഡ അനുഭവിക്കേണ്ടി വരുന്നു. But during this time, slowly the Neo-Babylonians, the new Babylonians were getting to power. ഈ കാലഘട്ടമായപ്പോഴേക്കും നവ ബാബിലോൺ സാമ്രാജ്യം ശക്തിയിലേക്ക് കടന്നു വരികയാണ്. And they have come and attacked Judah and they will be taking them away. അവർ കടന്നു വന്ന് യഹൂദയെ ആക്രമിച്ച് അവരെ പിടിച്ചടക്കുവാനായിട്ട് ഇടയായി. So as Habakkuk writes this message to the kingdom of Judah, ഹബക്കൂക്ക് ഈ മെസ്സേജ്, ഈ സന്ദേശം യഹൂദ രാജ്യത്തോട് അറിയിക്കുമ്പോൾ, I mean, Habakkuk is saying, Lord, your people are doing injustice. Why aren't you addressing it? ഇവിടെ ഹബക്കൂക്ക് ചോദിക്കുന്നു, ദൈവമേ നിന്റെ ജനം അനീതി പ്രവർത്തിക്കുന്നു, നീ എന്തുകൊണ്ട് അതിന്റെ മേൽ ഇടപെടുന്നില്ല? How long will it be when things will get better, O Lord? എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം ഈ കാര്യങ്ങളൊക്കെയും മാറി കാര്യങ്ങൾ നന്നാകുവാൻ? You know, when we see wicked triumphing over righteous people, we feel God is not addressing the matter. നീതിമാന്മാരുടെ മേൽ അനീതി ആധിപത്യം പുലർത്തുന്നത് കാണുമ്പോഴൊക്കെ നാം ചിന്തിക്കുന്നു, ദൈവം കാര്യങ്ങളുടെ മേലെ ശ്രദ്ധിക്കുന്നില്ലയോ? That is the reason Habakkuk is asking, Lord, aren't you bothered about these wicked things happening? അതുകൊണ്ടാണ് ഹബക്കൂക്ക് ചോദിക്കുന്നത്, ദൈവമേ ഈ ദുഷ്ടത സംഭവിക്കുന്നതിൽ നിനക്കൊരു വിചാരവുമില്ലയോ? And in verse 3 and 4 he changes from how long to why is it happening, O Lord? 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എത്രത്തോളം എന്നുള്ളത് മാറി എന്തുകൊണ്ട് എന്നാണ് താൻ ചോദിക്കുന്നത്. Lord, you are seeing this injustice and why aren't you doing anything, O Lord? ദൈവമേ നീ അനീതി കാണുന്നുണ്ട്, ഇതിന് നീ പകരമായി നീ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല? Did you see verse 4 how he expresses himself there? 4-ാം വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കുക, അവിടെ എങ്ങനെയാണ് അവൻ എഴുതിയിരിക്കുന്നത്? Therefore the law is paralyzed. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. And justice never prevails. ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നില്ല. The wicked hem in the righteous. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. So justice is perverted. അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു. And he's saying, Lord, aren't you seeing this? ദൈവമേ നീ ഇത് കാണുന്നില്ലയോ? This is not some wicked people doing. ഇത് ദുഷ്ടന്മാർ ചെയ്യുന്ന ഒരു കാര്യമല്ല. Your own people are doing this. നിന്റെ സ്വന്തം ജനമാണ് ഇത് ചെയ്യുന്നത്. And you should intervene into the affairs, O Lord. ദൈവമേ അതിന്റെ മധ്യത്തിൽ നീ ഇടപെടേണ്ടതല്ലയോ? And some people have been praying and nothing seems to be happening, O Lord. ഞാനും എന്നെ പോലെയുള്ള ചിലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. He could not look up to the leaders for help. സഹായത്തിനായിട്ട് നേതാക്കന്മാരിലേക്ക് തനിക്ക് നോക്കുവാനില്ല. Because they themselves are corrupted. കാരണം അവര് തന്നെ അതിക്രമം നിറഞ്ഞവരാണ്. You know, can you look at the present scenario in the world government today? ഇന്ന് ലോക ഗവൺമെന്റുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. Corruption has penetrated into every segment of life. അതിക്രമവും അന്യായവും എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടർന്നിരിക്കുകയാണ്. Wicked have outnumbered the righteous people. ദുഷ്ടന്മാരെ നീതിമാന്മാരെ അപേക്ഷിച്ച് ഏറെ വളരെ അധികമാണ്. Law virtually has become paralyzed in many segments that we see. നാം കാണുന്ന അനേകയിടത്ത് ന്യായം നമ്മൾ നോക്കുമ്പോൾ മരവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. And the wicked people are crowding the righteous people and trying to pull them down. ദുഷ്ടന്മാരെ കൂടി വന്നിട്ട് നീതിമാന്മാരെ അവരായിരിക്കുന്നിടത്ത് വലിച്ച് താഴെ ഇടുവാൻ അവർ ശ്രമിക്കുന്നു. They are cutting off the righteous people. They are pressurizing them. അവരെ നീതിമാന്മാരായിട്ടുള്ളവരെ ഛേദിച്ച് കളയുവാൻ അവരുടെ മേലെ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു. So justice is not recognizable there. അതുകൊണ്ട് നീതി നടക്കുന്നതായി നാം പലപ്പോഴും കാണുന്നില്ല. And it is at that time we cry, Lord, aren't you seeing what's happening around? ആ സമയത്ത് നാം ഒരുപക്ഷെ പ്രാർത്ഥിക്കും, ദൈവമേ ഈ കണക്കുന്നൊക്കെ നീ കാണുന്നില്ലയോ? I don't know how many of you are asking the question, Lord, how long and why is this happening, O Lord? നിങ്ങൾ എത്ര പേര് അങ്ങനെ ചോദിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമേ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? Lord, why do you allow evil in the world? ലോകത്തിൽ ദൈവമേ ദുഷ്ടതയെ നീ എന്തിന് അനുവദിക്കുന്നു? Have you ever wondered why is this happening around us? എന്തുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നു എന്ന് നിങ്ങൾ ഒരുപക്ഷെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? I am not here to answer why is this happening. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുവാനല്ല ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. But I am here to assure you that God cares for each one of you. എന്നാൽ എനിക്ക് നിങ്ങളെ ഉറപ്പോടെ പറയുവാനുള്ളത്, നിങ്ങളെ ഓരോരുത്തരെയും പറ്റി കരുതുന്നവനാണ് നമ്മുടെ ദൈവം. Now the question is, how do we know God cares for us? എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് അറിയുന്നത്? I mean, we pray to God and we expect answers from him. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുമെന്നാണ് നമ്മുടെ ചിന്ത. Are you praying every day because you don't have any other option? മറ്റു യാതൊരു
ഗതിയുമില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്? I mean, or is it that during the prayer hour you want to make yourself feel that only God can answer God can deliver you in this situation? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തിന് മാത്രമേ ഈ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുള്ളൂ. Our words and our emotions are in that direction. നമ്മുടെ വാക്യങ്ങളും നമ്മുടെ വികാരങ്ങളും ഒക്കെ ആ രീതിയിലായിരിക്കും. But as soon as we get out of prayer, എന്നാൽ ആ പ്രാർത്ഥനയെ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുന്ന ഉടനെ തന്നെ after the prayer time that we have designated, നാം മാറ്റിവെച്ചിരിക്കുന്ന പ്രാർത്ഥനാ സമയത്ത് are we trying to solve the problems? അതിനുശേഷം നാം തന്നെ ആ പ്രശ്നം പരിഹരിക്കുവാനാണ് നാം In that scenario, we have not allowed God to intervene into our situation. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ സാഹചര്യങ്ങളിൽ ഇടപെടുവാനായി നാം ദൈവത്തെ അനുവദിക്കുന്നില്ല എന്നാണ്. And let us look into the verses from 5, how God responds to what Habakkuk was asking. 5-ാം വാക്യത്തിലേക്ക് നോക്കാം. ഹബക്കൂക്ക് ചോദിക്കുന്ന കാര്യങ്ങളുടെ മേൽ ദൈവം എങ്ങനെയാണ് പ്രതികരിച്ചത്. God notices what's happening around. ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നതെന്ന് ഹബക്കൂക്ക് യഹോവ കാണുന്നു. He is concerned about what's happening around. ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെ പറ്റി ദൈവം വിചാരമുള്ളവനാണ്. He does care what's happening around. നമ്മുടെ ചുറ്റുപാടും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ ദൈവം തീർച്ചയായിട്ടും വിചാരപ്പെടുന്നവനാണ്. So the first thing is God assures that he hears every prayer of ours. ഒന്നാമത് ദൈവം നമുക്ക് തരുന്ന ഉറപ്പ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നുണ്ട്. Habakkuk was thinking that God is not listening to his prayers. ഹബക്കൂക്കിന്റെ ചിന്ത ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. But look at verse 5. എന്നാൽ 5-ാം വാക്യം നോക്കുക. That is God's reply to Habakkuk. ഹബക്കൂക്കിനോട് പറയുന്ന ദൈവത്തിന്റെ മറുപടിയാണത്. Look amongst the nation and watch. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ. And be utterly amazed. ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. Because Babylonians were not known in the then world. ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു സമൂഹമായിരുന്നില്ല ബാബിലോണിയര്. They were a small unknown kingdom somewhere in those locations. അവരുടെ ആ സ്ഥലങ്ങളിലെ അറിയപ്പെടാത്ത ഒരു ചെറിയ രാജ്യം മാത്രമായിരുന്നു. But out of the blue something is coming out. എന്നാൽ ഒന്നുമല്ലാതെ ഇരുന്നിടത്ത് നിന്ന് ഇതാ ഇവിടെ ഒരു ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നു. They fight against the Assyrians and capture the land of Assyria for themselves. അവർ അശൂര്യരെ ആക്രമിച്ച് കീഴടക്കി അശൂർ രാജ്യത്തെ അവർ പിടിച്ചെടുത്തു. And in the book of Jeremiah you will see they attacked Egypt and they captured their land. യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവർ ഈജിപ്തിനെ മിസ്രൈമിനെ അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. So a little known kingdom is becoming dominant and they are capturing the kingdom around them. അതുവരെ അറിയപ്പെടാതെ കടന്ന ഒരു ചെറിയ രാജ്യം ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. So God is telling, look around and you will be amazed. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ ചുറ്റുപാടും നോക്കുക, നിനക്ക് അത്ഭുതം തോന്നുകയില്ലേ. There is a time that God has set for the prophecies to be completed. പ്രവചനങ്ങൾ പൂർത്തീകരിക്കുവാനായി ദൈവം വെച്ചിരിക്കുന്നതായ ഒരു സമയമുണ്ട്. Promises of God are alive and it would be completed at some point of time. ദൈവത്തിൻ്റെതായ വാഗ്ദത്തങ്ങളെ ദൈവം അനുവദിച്ചിരിക്കുന്നത് അത് പൂർത്തീകരണത്തിലേക്ക് വരുന്നതായ ചില സമയങ്ങളുണ്ട്. He is preparing the kingdoms around so that he addresses the issue. താനാണ് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ എന്തായിരുന്നാലും ദൈവമാണ് അതിന്റെ മേലെ പരിഹാരം കൊണ്ടുവരുന്നത്. So God is telling man of God, wait and watch, you will be amazed what God I would be doing for you around. അതുകൊണ്ട് ദൈവപുരുഷനായ വ്യക്തിയോട് ദൈവം പറയുകയാണ്, നീ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, സംഭവിക്കുന്നത് എന്താണെന്ന് കണ്ട് നീ വിസ്മയിക്കുന്ന ഒരു സമയം വരുന്നു. I am going to do something in your days and you would not believe what I am doing. നിന്റെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നീ വിശ്വസിക്കുകയില്ല. That is the hand of the God when it starts working around us. ദൈവത്തിന്റെ കരം നമ്മുടെ ചുറ്റുപാടും പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. Today we sang a song, Waymaker, Miracle Maker. ഇന്ന് രാവിലെ നാം പാടി, വേമേക്കർ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. Even if I don't see it, you are working, O Lord. ഞാൻ കാണാതെ ഇരിക്കുമ്പോൾ പോലും ദൈവമേ നീ പ്രവർത്തിക്കുന്നുണ്ട്. Even when I don't feel, you are working, O Lord. ഞാൻ അനുഭവിക്കുന്നില്ലാത്ത അനുഭവത്തിൽ കൂടെ കടന്നു പോയാലും നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. You never stop working, O Lord. നിന്റെ പ്രവൃത്തി നീ ഒരിക്കലും
നിർത്തുന്നവനല്ല. We want things to happen in our way, in our time. നമ്മുടെ ചിന്ത നമ്മുടെ രീതിയിൽ നമ്മുടെ സമയത്ത് ദൈവം പ്രവർത്തിക്കണം. When I need an admission in a particular college, O Lord. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ കർത്താവേ നീ എനിക്ക് അഡ്മിഷൻ തരണം. I need an admission in the university in the stream that I want, O Lord. ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന്മേൽ ഞാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നീ എനിക്ക് അഡ്മിഷൻ തരണം. I am looking for a job in this manner, O Lord. ഈ രീതിയിലുള്ള ഒരു ജോലിക്കായിട്ട് ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. You know, we have preachings these days. ഈ ദിവസങ്ങളിൽ നാം പ്രസംഗങ്ങൾ കേൾക്കുന്നു. You know, claim with the name and the framework and God will give it to you. നീ പേര് പറഞ്ഞ് എഴുതി നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ഒരു കാര്യം ക്ലെയിം ചെയ്താൽ ദൈവം നിനക്ക് മറുപടി തരുമെന്നാണ്. We are nobody to dictate terms to him. ദൈവത്തോട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യുവാൻ നാം But ആരുമല്ല. know one thing, that what he does will amaze us how it happened. എന്നാൽ ഒരു കാര്യം നാം അറിയണം, അവൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതായിരിക്കും. That's why it is said God's ways are higher than our ways, his thoughts are higher than our thoughts. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വഴി നമ്മുടെ വഴികളെക്കാൾ ഉന്നതവും ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളെക്കാൾ ഉയർന്നതുമാണെന്ന് നാം പറയുന്നത്. Habakkuk, you want God to punish each of those princes in the palaces. ഓരോ പ്രഭുക്കന്മാരെയും അവരുടെ കൊട്ടാരങ്ങളിൽ ദൈവമേ നീ ശിക്ഷിക്കണമെന്നാണ് ഹബക്കൂക്ക് പ്രാർത്ഥിക്കുന്നത്. But God says that is not the way I am going to do it. എന്നാൽ ദൈവം പറയുകയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. You may want them to be sick and so they are immobile and they don't do the wicked things. ഒരുപക്ഷേ അവർ രോഗം പിടിച്ച് കിടപ്പിലായി അങ്ങനെ ദുഷ്ടത ചെയ്യാതിരിക്കണമെന്നായിരിക്കാം നീ പ്രാർത്ഥിക്കുന്നത്. But my way of doing things is amazing, Habakkuk. ഹബക്കൂക്ക്, എന്നാൽ എന്റെ പ്രവർത്തന രീതി കണ്ടാൽ നീ ആശ്ചര്യപ്പെട്ടു പോകുന്നതാണ്. Don't think I am inactive though because I am silent. ഞാൻ നിശബ്ദനായിരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് നീ ചിന്തിക്കരുത്. Don't think I am inactive because I am not responding to things. കാര്യങ്ങളോട് ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ പ്രവർത്തിക്കാതെ ഇരിക്കുകയാണെന്ന് ചിന്തിക്കരുത്. Want you to know that our God is a prayer answering God. നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണെന്നുള്ള കാര്യം നാം അറിയണം. In 1 John chapter 5 verse 14 and 15. 1 യോഹന്നാൻ 5-ാം അധ്യായം 1-ാം അധ്യായം 5-ാം അധ്യായം 1 John 5:14 and 15. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ. This is the confidence we have in approaching God, that if we ask anything according to his will, he hears us, and if we know that he hears us, whatever we ask, we know that we have what we have asked of him. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് ഇത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. I have to make mention here, does God answer all prayers of ours? നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി തരാറുണ്ടോ? Let me quickly lay down one or two verses before you. നിങ്ങളുടെ മുമ്പാകെ വളരെ വേഗം 1-2 വാക്യങ്ങൾ ഞാൻ വെക്കാം. You know, James chapter 4 verse 3 says like this. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു. When you ask, do not receive, because you ask with wrong motives, and that you may spend what you get on your pleasures. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. I mean, are we asking God, does our shopping list include things that we want to use for our pleasure? നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ഇച്ഛയ്ക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളാണോ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലുള്ളത്? Or are our intentions so clear before a God who is an omniscient God? സർവവും അറിയുന്നവനായ ഒരു ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഇച്ഛകള് ക്ലിയർ ആയിട്ട് നാം വെക്കുന്നുണ്ടോ? Psalm 66:18 let me bring before you. സങ്കീർത്തനം 6-ാം അധ്യായത്തിന്റെ 66-ന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. We must also come to God with a pure heart. ദൈവമുമ്പാകെ നാം കടന്നു വരുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ നാം കടന്നു വരണം. And the psalmist says, if I had cherished sin in my heart, the Lord would not have listened to me. എന്റെ ഉള്ളിൽ ഞാൻ പാപം ചിന്തിച്ചിരുന്നുവെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയില്ലായിരുന്നു. No, sometimes we give credibility to us in every matter and we say, I deserve an answer from the Lord. പലപ്പോഴും ദൈവസന്നിധിയിൽ നാം പറയും ഞാൻ ദൈവത്തിൽ നിന്നൊരു മറുപടി ലഭിക്കുവാൻ ഞാൻ തീർച്ചയായും യോഗ്യനാണ്. But when we come to God in prayer, we should ask with a pure heart. എന്നാൽ ദൈവമുമ്പാകെ നാം ഒരു പ്രാർത്ഥനയുമായി കടന്നു വരുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് അത് പ്രാർത്ഥിക്കേണ്ടത്. We should have the right motives. യഥാർത്ഥത്തിലുള്ള പരമാർത്ഥമായ ഉദ്ദേശമായിരിക്കണം. And ask according to his will.
അവന്റെ ഹിതപ്രകാരമായിരിക്കണം നാം പ്രാർത്ഥിക്കണം. And God promises to hear and answer our prayers. അങ്ങനെയെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേട്ട് മറുപടി തരുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. God assures, promises Habakkuk that he will deliver him in his time. തന്റെ സമയത്ത് ദൈവം മറുപടി തരുമെന്നാണ് ഹബക്കൂക്കിന് ദൈവം കൊടുക്കുന്ന ഉറപ്പ്. God has a purpose for all our lives. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വലിയതായ ഒരു ഉദ്ദേശമുണ്ട്. And he has a perfect timing for everything that happens in our life. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ദൈവത്തിന് യുക്തമായ സമയമുണ്ട്. Look at verse 6, how God is responding to him. 6-ാം വാക്യത്തിൽ നോക്കുക ഹബക്കൂക്കിനോട് ദൈവം എന്താണ് പറയുന്നത്? I am raising Babylonians, that ruthless and impetuous people who sweep across the whole earth to seize dwelling places not their own. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. You know, these Babylonians were also known as Chaldeans. ബാബിലോണിയരെ വേറൊരു വാക്കാണ് കൽദയർ എന്ന് വിളിക്കുന്നത്. You know, this set of people, the Babylonians or the Chaldeans, were not known when this prophecy was going on. ഈ പ്രവചനം പറയുന്ന കാലത്ത് കൽദയർ എന്ന് പറയുന്ന ഈ കൂട്ടത്തെ ആർക്കും വലിയതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. But I want you to know that God is orchestrating the history to get his plans done, fulfilled in the life of his people. തങ്ങളുടെ ജനത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരണമാകേണ്ടതിന് ദൈവം ലോക ചരിത്രത്തിലെ സംഭവങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ കൂട്ടിയിണക്കുകയാണ്. Let me tell you something that you may not like when I say that. ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. You know, this is a punishment to Israel. ഇത് ഇസ്രായേലിന് ഒരു ശിക്ഷയായിരുന്നു. They are known as God's own people. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അറിയപ്പെടുന്ന ഒരു കൂട്ടമായിരുന്നു. They are the people who are ruled by the Lord. ദൈവത്താൽ ഭരിക്കപ്പെട്ടതായ ഒരു കൂട്ടര്. In all the earth, they are the only people who are covenant people with the ark of God for themselves. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത ദൈവത്തിന്റെ പെട്ടകം അവരുടെ മധ്യത്തിലുള്ളതായ ഒരേ ഒരു കൂട്ടരാണ് ലോകത്തിൽ വരെ. But when they started wicked ways, എന്നാൽ അവർ ദുഷ്ടതയിലേക്ക് കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ God does not withdraw his hand to punish even his own people. ദൈവത്തിന്റെ തന്റെ സ്വന്തം ജനത്തെ ശിക്ഷിക്കുന്നതിൽ നിന്ന് തന്റെ കരം പിൻവലിക്കുവാൻ ദൈവം തയ്യാറായില്ല. He will use people who do not recognize him to punish his people. ദൈവത്തെ അറിയാത്ത ജനത്തെ ഉപയോഗിച്ച് ദൈവത്തിന്റെ ജനത്തെ ശിക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. You know, so doing, God is telling Habakkuk, അതുകൊണ്ട് ദൈവം ഹബക്കൂക്കിനോട് പറയുകയാണ്, Habakkuk, see, I have ways of deliverance and also fulfilling my purposes. എന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുവാനും വിടുതൽ നൽകുവാനും ഹബക്കൂക്ക് എന്റേതായ വഴികൾ എനിക്കുണ്ട്. When I enforce my law, ഞാൻ എന്റെ നിയമം എന്റെ ന്യായപ്രമാണം കൊണ്ടുവരുമ്പോൾ, when I bring my principles into action, എന്റെ തത്വങ്ങൾ ഞാൻ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, there is no partiality. അവിടെ ഞാൻ മുഖപക്ഷം കാണിക്കുകയില്ല. There is no my people and not my people. എന്റെ ജനവും എന്റെ ജനമല്ലാത്തവരെന്ന് ഞാൻ പറയുകയില്ല. I would enforce a punishment on them when I see that they do injustice. അവർ അനീതി ചെയ്യുമ്പോൾ എന്റെ ജനത്തിന്റെ മേലും ഞാൻ എന്റെ ശിക്ഷാവിധി അയക്കും. So Habakkuk, be assured that I would bring deliverance. അതുകൊണ്ട് ഹബക്കൂക്ക് നിനക്ക് ഉറപ്പുണ്ടാകണം, എന്റെ ജനത്തിന് ഞാൻ വിടുതൽ തരുന്നവൻ തന്നെയാണ്. Habakkuk, you are asking how long is it going to happen? ഹബക്കൂക്ക് നീ ചോദിക്കുന്നത് എത്ര നാൾ നീണ്ടു നിൽക്കും? Habakkuk, there is a time of deliverance which I have set for things. എന്നാൽ ഞാൻ മുന്നിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വിടുതലിന്റേതായ ഒരു സമയമുണ്ട്. Habakkuk, you wait for my timing to fulfill my purposes in your life. എന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ എന്റെ സമയത്തിനായി ഞാൻ കാത്തു നിൽക്കുന്നത്. ഹബക്കൂക്ക് നീ അതിനു വേണ്ടി തയ്യാറായി കാത്തു നിൽക്കണം. And in verse 6, God is saying, when this Babylonians get into action, they would be swift and hasty in what they will be doing. 6-ാം വാക്യത്തിൽ പറയുകയാണ്, കൽദയർ അവരുടെ പ്രവൃത്തിയുമായി കടന്നു വരുമ്പോൾ അവർ വളരെ വേഗം ഉഗ്രതയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും. You know, this is a similarity that I see in the life of Jesus when he performs miracles. യേശു തന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു താരതമ്യമായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. You know, when he performs a miracle, യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ he does not need to double check if the miracle has happened. ആ മിറക്കിൾ അത്ഭുതം സംഭവിച്ചോ ഇല്ലയോ എന്ന് പിന്നീട് യേശുവിനെ അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. He need not ask the deaf man, can you hear? ചെവി കേൾക്കാത്തവനോട് നിനക്കിപ്പോൾ കേൾക്കുവാൻ കഴിയുമോ എന്ന് അവൻ ചോദിക്കേണ്ട. I mean, Jesus need not ask that. യേശുവിന് അത് ചോദിക്കേണ്ട കാര്യമില്ല. When lepers came to him, he told them, you are leper right now, go and give your testimony to the priest that you are healed.
കുഷ്ഠരോഗി കടന്നു വന്നപ്പോൾ പറയാണ്, നീ ഇപ്പോൾ കുഷ്ഠരോഗിയാണ്, എന്നാൽ നീ പുരോഹിതന്റെ അടുത്ത് പോയി നിന്നെ തന്നെ കാണിക്കുക. So what I want to say is, when God starts his action, it is swift and quick. ഞാൻ പറയുന്നതിന്റെ കാര്യം, ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ അത് വേഗത്തിലും പെട്ടെന്നുമായിരിക്കും. So the deliverance, when I start, it would be swift and sure, Habakkuk. അതുകൊണ്ട് ഹബക്കൂക്കെ ഞാൻ മറുപടി തരുമ്പോൾ അത് ഉറപ്പുള്ളതും വളരെ വേഗം സംഭവിക്കുന്നതുമായിരിക്കും. These Babylonians will be bitter against your kingdom of Judah. യഹൂദ രാജ്യത്തിനെതിരായിട്ട് ബാബിലോന്യർ പ്രവർത്തിക്കുന്നത് കൈപ്പോടെ ആയിരിക്കും. I'm mentioning verse 6 from here. 6-ാം വാക്യമാണ് ഞാനിവിടെ പറയുന്നത്. They are bitter against them and they are hastily in their action. അവർ വളരെ വേഗം ഉഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ്. I mean, it says in verse 8, their horses are swifter than leopards. അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയുള്ളവരാണ്. No, can you think what God is telling Habakkuk? ഹബക്കൂക്കിനോട് ദൈവം പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. You know leopards are much faster than horses. നമുക്കറിയാം പുള്ളിപ്പുലി കുതിരകളെക്കാൾ വേഗത്തിൽ ഓടുന്നതാണ്. But the people whom God is bringing for the punishment of his people or for the deliverance of this people, തന്റെ ജനത്തെ ശിക്ഷിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ വിടുവിനത്തിനായിട്ടോ ദൈവം കൊണ്ടുവരുന്ന വ്യക്തികൾ, their horses will be faster than leopards അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയുള്ളവരായിരിക്കും. and more fierce than evening wolves. വൈകുന്നേരത്തെ ചെന്നായ്ക്കളെക്കാൾ അത് ഉഗ്രതയുള്ളവരായിരിക്കും. Righteous people have troubles in their life. നീതിമാന്മാരായ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. Psalm 34:19 says, but the Lord delivers them from all. എന്നാൽ 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ അവരെ എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്നു. Psalm 91:15 says like this. 91-ാം സങ്കീർത്തനം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, He will call upon me and I will answer him. I will be with him in trouble. I will deliver him and honor him. അവരെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവരെ വിടുവിക്കും, ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തും. God is involved in our life for reinstatement of things. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ പുനഃസ്ഥാപിക്കുവാനായി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. So God promises that he will deliver us in his time. അതുകൊണ്ട് തന്റെ സമയത്ത് ദൈവം നമുക്ക് മറുപടി തരുമെന്നാണ് ദൈവം നമുക്ക് ഉറപ്പ് തരുന്നത്. God affirms Habakkuk that he will judge the world. ലോകത്തെ ദൈവം ന്യായവിധിക്കുമെന്നാണ് മൂന്നാമത് ഹബക്കൂക്കിന് ദൈവം കൊടുക്കുന്ന ഉറപ്പ്. Habakkuk's question was, Lord, why do you tolerate wrong happening around me? ഹബക്കൂക്കിന്റെ ചോദ്യം ഇതാണ്, ദൈവമേ എനിക്കെതിരായി നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ നീ എന്തുകൊണ്ട് അനുവദിക്കുന്നു? Lord, people who go Sunday after Sunday to church, they are holy there, but they speak against me, O Lord. ഞായറാഴ്ച തോറും ആരാധനയ്ക്ക് അവരെ കടന്നു പോകുന്നു, എന്നാൽ അവർ എനിക്കെതിരായിട്ട് സംസാരിക്കുന്നു. I mean, they have a recognition of being more spiritual, but they think they do things which are wrong, O Lord. ആത്മീയരായി അംഗീകരിക്കപ്പെടുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്നുവെങ്കിലും അവർ ചെയ്യുന്നത് മറ്റുള്ളവരെക്കാൾ തെറ്റാണ്. Mechanically, this princes of Judah, they are offering sacrifices in the altar. ഈ യഹൂദ പ്രഭുക്കന്മാർ യാന്ത്രികമായ ആലയത്തിൽ കടന്നു വന്ന് യാഗം അർപ്പിക്കുന്നവരാണ്. They get priority than normal citizens in the kingdom. രാജ്യത്തുള്ള മറ്റുള്ളവരെക്കാൾ മുൻഗണന ആലയത്തിൽ വരുമ്പോൾ അവർക്കുണ്ട്. They are the ones who do wicked things around the kingdom, O Lord. എന്നാൽ രാജ്യത്തിന് ചമ്പാടും ഏറ്റവും അധികം ദുഷ്ടത ചെയ്യുന്നത് അവരാണ്. But God says, I will start my action. എന്നാൽ കർത്താവ് യഹോവ പറയുകയാണ്, ഞാൻ എന്റെ പ്രവൃത്തി തുടങ്ങുവാൻ പോകുന്നു. Habakkuk, don't think that I can leave this wickedness unaddressed. ഹബക്കൂക്കെ, ഞാൻ ഈ ദുഷ്ടതയ്ക്ക് ഒരിക്കലും മറുപടി കൊടുക്കുകയില്ല എന്ന് നീ ചിന്തിക്കരുത്. I mean, I will raise up a system which would talk against them, Habakkuk. ഹബക്കൂക്കെ, ഇവർക്കെതിരായി പ്രവർത്തിക്കുവാനായി ഒരു ക്രമം ഞാൻ ഉയർത്തിക്കൊണ്ടുവരുവാനായി പോകുന്നു. Did you see the word used in the last half of verse 6? 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് എഴുതിയിരിക്കുന്നത് നോക്കുക. This Babylonians are marching not just to capture the Judah. ബാബിലോണ്യരെ യഹൂദയെ പിടിച്ചടക്കുവാൻ മാത്രമല്ല അവർ കടന്നു വരുന്നത്, to possess the dwelling place that is not theirs. തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ പിടിച്ചെടുക്കുവാനാണ് അവർ വരുന്നത്. Indication is the temple of God would be captured by them. അതിന്റെ ഉദ്ദേശം അതവിടെ പറയുന്നതിന്റെ ആശയം ഇതാണ്, യഹോവയുടെ ആലയം അവർ പിടിച്ചെടുക്കും. And they captured and took away all the gold and silver and bronze utensils from there. അവിടെ നിന്ന് എല്ലാ സ്വർണവും വെള്ളിയും ആലയത്തിലെ ഉപകരണങ്ങളും അവർ പിടിച്ചുകൊണ്ട് പോകും. God's permanent dwelling place is going to be captured. ദൈവത്തിന്റെ സ്ഥിരമായ വാസസ്ഥലത്തെ അവർ പിടിച്ചെടുക്കുവാൻ പോകും. Habakkuk, don't think that because it is my dwelling place
I won't allow them to capture. ഇത് എന്റെ വാസസ്ഥലമായതുകൊണ്ട് അതിന്റെ മേലെ അവർ പിടിച്ചടക്കുകയില്ല എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. Because my principle is, when I allow it to be punished, it would be total and perfect. എന്റെ തത്വം എന്ന് പറയുന്നത് ഒരാളെ ശിക്ഷിക്കുവാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ അത് പൂർണ്ണവും സ്ഥിരമായിട്ടുള്ളതുമായിരിക്കും. On one side we see Judah is full of violence. ഒരു വശത്ത് നാം നോക്കുമ്പോൾ യഹൂദ മുഴുവൻ സാഹസം നിറഞ്ഞിരിക്കുന്നു. And God is countering them with Babylonians who are ruthless, and it is said they are bent on violence. എന്നാൽ അവരെ ശിക്ഷിക്കുവാനായി ദൈവം കൊണ്ടുവരുന്നതായ ബാബിലോണ്യരെ പറ്റി പറയുന്നത് അവർ ഉഗ്രതയുള്ളവരും അതിക്രമം അധികമായി ചെയ്യുന്നവരുമാണ്. And Judah practiced a system where law was paralyzed. God is going to use Babylonians who supersede any law, or they make law for themselves. യഹോവയുടെ ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് യഹൂദ കടന്നു പോകുമ്പോൾ ഒരു ന്യായപ്രമാണവും ഒരു പ്രമാണവും ഇല്ലാതെ സ്വന്തം പ്രമാണം മാത്രം പാലിക്കുന്നതായ ഒരു കൂട്ടരെയാണ് ദൈവം ശിക്ഷിക്കുവാൻ വരുന്നത്. So when Habakkuk is asking God, why do you tolerate? He's saying, Habakkuk, don't think I'm tolerating. I will address it, Habakkuk. എന്നാൽ ഹബക്കൂക്ക് ദൈവമേ നീ എത്രത്തോളം ഇതിനെ അനുവദിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിനെ അനുവദിക്കുകയും എന്നല്ല, ഞാൻ അതിന് തീർച്ചയായും മറുപടി നൽകുമെന്നാണ് യഹോവ പറയുന്നത്. I'm trying to end my sermon here. ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. I think I have sufficiently assured you that God will listen to our prayer. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. He will deliver us from our situation. നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. He will judge people who are doing anything that does not fall in line with his principles. ദൈവത്തിന്റെ തത്വത്തിന് വിപരീതമായി ചെയ്യുന്നവരോട് ദൈവം തീർച്ചയായും ശിക്ഷ വിധിക്കുക തന്നെ ചെയ്യും. But I have a final word to you. എന്നാൽ അതിന് അവസാനമായി എനിക്ക് പറയുവാൻ ഒരു കാര്യം. You know, God addresses sin in our life. ദൈവം നമ്മുടെ ജീവിതത്തിലെ പാപത്തെ ദൈവം അതിനോട് പ്രതികരിക്കും. It's little deviating from the primary topic that I selected. ഞാൻ പറയുന്ന സന്ദേശത്തിന്റെ പ്രാഥമിക വിഷയത്തിൽ നിന്ന് അല്പം മാറിയാണ് പറയുന്നത്. But I want to tell you that God addresses sin in our life. ദൈവം എന്നാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ അവസ്ഥകളെ ദൈവം തീർച്ചയായും അതിനോട് പ്രതികരിക്കും. That's why God is telling Habakkuk, Judah is my people, yet I will punish them. അതുകൊണ്ടാണ് ഹബക്കൂക്കിനോട് ദൈവം പറയുന്നത്, യഹൂദ എന്റെ ജനമാണ്, എങ്കിലും ഞാൻ അവരെ ശിക്ഷിക്കും. He hears the prayer of people who are around us. നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. If you are praying for somebody who has gone away from the Lord, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ God will touch them and bring them back to his kingdom. ദൈവം അവനെ സ്പർശിക്കുകയും തന്റെ രാജ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യും. But let us look to the Lord that he hears our prayers every day. എന്നാൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം, അവൻ നമ്മുടെ പ്രാർത്ഥന എന്നും കേൾക്കുന്നുണ്ടോ? He knows that we have been praying for very long. നാം ദീർഘകാലമായി പ്രാർത്ഥിക്കുന്നു എന്ന് അവൻ അറിയുക തന്നെ ചെയ്യുന്നു. Want you to know that our God is never going to be delayed. നമ്മുടെ ദൈവം ഒരിക്കലും താമസിക്കുന്നവനല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. Even if he is 4 days late at Lazarus' tomb, he is there to do what is scheduled to do. ലാസറിന്റെ കല്ലറയ്ക്കൽ അവൻ 4 ദിവസം താമസിച്ചാണ് കടന്നു വന്നതെങ്കിലും അവൻ കടന്നു വന്നത് അവൻ പ്രവർത്തിക്കേണ്ട സമയത്ത് തന്നെയാണ്. But also remember that he will address sins in an individual's life. എന്നാൽ അതോടൊപ്പം നാം മനസ്സിലാക്കണം, ഓരോ വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പാപങ്ങളോടും അവൻ പ്രതികരിക്കും. He will not allow sin unaddressed in anybody's life. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലെ പാപത്തെയും അതിനെ അഡ്രസ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവൻ കടന്നു പോകുകയില്ല. So let's look to the Lord and be assured that he is concerned about us. അതുകൊണ്ട് ഇന്ന് രാവിലെ കാലം ഉറപ്പോടെ ദിവസം ഇതിന്റെ മുഖത്തേക്ക് നോക്കാം, അവൻ നമ്മെ പറ്റി വിചാരമുള്ളവനാണ്. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം.